ഏപ്രിൽ 10-നകം ദേശീയപാത നിർമ്മാണം പൂർത്തിയാകും. സ്വപ്നതുല്യമായ വികസന കുതിപ്പിലേറി 100 കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചുപായാൻ തയ്യാറെടുക്കുന്ന ദേശീയപാതയുടെ നിർമ്മാണവും ജില്ലയിൽ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ജില്ലയിൽ മാർച്ച് 31 വരെയാണ് നിർമ്മാണ കാലാവധി. കാലാവസ്ഥയിൽ വന്ന മാറ്റത്തിൽ കുറച്ചു ദിവസം കൂടി കൂട്ടി നൽകാനാണ് സാധ്യത. ഏപ്രിൽ 10 മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിച്ച് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറാനുള്ള ശ്രമത്തിലാണ് നിർമ്മാണ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻ. കുറ്റിപ്പുറം റെയിൽവേ പാലത്തിന്റെ സ്ലാബ് പ്രവൃത്തി ബാക്കിയുണ്ട്. റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതാണ് ഇതിനു കാരണമായത്. കരാർ കാലാവധിക്ക് മുമ്പ് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. അവസാനഘട്ട മിനുക്കുപണികളാണ് ഇനി ബാക്കിയുള്ളത്. റോഡ് മാർക്കും ക്യാമറ സ്ഥാപിക്കലും പുരോഗമിക്കുകയാണ്. വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിനോട് ചേർന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ 200 മീറ്റർ പ്രവൃത്തിയും ബാക്കിയുണ്ട്. കാപ്പിരിക്കാട് മുതൽ വളാഞ്ചേരി വരെയും വളാഞ്ചേരി മുതൽ രാമനാട്ടുകര വരെയുമുള്ള 2 റീച്ചുകളിലായി 76 കിലോമീറ്ററാണ് ജില്ലയിൽ ദേശീയപാതയുള്ളത്. ദേശീയപാതയിലേക്ക് കടക്കാനും പുറത്തു കടക്കാനുമായി 2 റീച്ചുകളിലുമായി 52 എക്സിറ്റ് എൻട്രികളുമുണ്ട്. അടിപ്പാതകളും മേൽപ്പാതകളും സർവീസ് റോഡുമായി ചേരുന്ന ഭാഗങ്ങളിലെല്ലാം ദേശീയപാതയിലേക്ക് കടക്കാനും ഇറങ്ങാനും സാധിക്കും. കന്നിപ്പുരയിലെ ടോൾ ബൂത്തിലാണ് ക്യാമറ കൺട്രോൾ റൂം പ്രവർത്തിക്കുക. 20ഓളം ജീവനക്കാർ ഇതിനായുണ്ടാകും. ദേശീയപാതയിൽ 2 റീച്ചുകളിലായി 2 ആംബുലൻസുകളും 2 ക്രെയിനുകളും 24 മണിക്കൂറും പ്രവർത്തിക്കും. അപകടമുണ്ടായാൽ കൺട്രോൾ റൂമിൽ നിന്ന് ആംബുലൻസിനും ക്രെയിനിനും വിവരമെത്തും. നിമിഷ നേരം കൊണ്ട് ആശുപത്രി സേവനം ലഭ്യമാക്കി അപകടത്തിൽപ്പെട്ട വാഹനം മാറ്റാനും ഇതുവഴി സാധിക്കും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ?